ഒരു പനീറിൻ്റെ റെസിപ്പി. ഇത് കുഞ്ഞുങ്ങൾക്ക് സ്നാക്കായിട്ട് സ്കൂളിൽ കൊടുത്തു വിടാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഇതൊരു 100-150 ഗ്രാം പനീറുണ്ട്. 1 കപ്പ് ഇത് മൈദപ്പൊടിയും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് കോൺഫ്ലെക്സ് ഉണ്ട്. പിന്നെ അതിന് വേണ്ട മസാലകൾ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ ചാട്ട് മസാല, കുറച്ച് ഉപ്പ്. ഇത് ഈ എടുത്തു വെച്ച പൊടി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളമൊഴിച്ച്, കുറേശ്ശെ വെള്ളമൊഴിച്ച് പിന്നെ തിക്കായിട്ട് കലക്കി വെക്കുക. ഈ രീതിയിൽ, ഈ കൺസിസ്റ്റൻസിയിൽ കലക്കി വെക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാലകളെല്ലാം ഇടുകയാണ്. കുറച്ചുകൂടി വെള്ളം വേണം. മസാല കിട്ടപ്പം കുറച്ച് തിക്കായി, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ജ്യൂസാക്കി നല്ല പാകമായി. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കോൺഫ്ലെക്സ് നന്നായി പൊടിച്ച് ഇതാ കണ്ടില്ലേ. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ചാൽ മതി. ബ്രെഡ് ക്രംസ് എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. പക്ഷേ ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും, അതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. അപ്പം ഇത് ഈ രീതിയിൽ പൊടിച്ചെടുത്തു. ഓരോ പനീറും ഇതിൽ സോക്ക് ചെയ്തിട്ട് ഇതിലേക്കിടുക. എന്നിട്ട് നന്നായിട്ട് പൊതിയുക. ഇത് 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഇതിൽ നിങ്ങൾക്ക് മിൻറ്റ് ലീവ്സിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ. അത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഓരോ പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കുക. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് പുരട്ടി വെച്ച ഇടാം. ചെറിയ എണ്ണ ആദ്യം നല്ലോണം ചൂടാക്കുക, പിന്നെ തീ കുറച്ച് വയ്ക്കുക. കാരണം ഇത് പനീർ വെന്ത് വരണ്ടേ. ഒന്ന് മറച്ചിടാം. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം. അത്രയും ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി പനീറാണ്. കണ്ടോ ശബ്ദം കേട്ടോ. ഇടുമ്പോൾ ഇതിലേക്ക് പാത്രത്തിലേക്ക് മാറ്റുമ്പോഴുള്ള ശബ്ദം കേൾക്കാം. അത്രയും ക്രിസ്പി ആയിരിക്കുന്നു. ഇതിൽ കുറച്ച് എരിവ് ഉണ്ട് നല്ലോണം. കാരണം ഞാൻ കുറച്ചധികം എരിവ് ഇട്ടിരുന്നു. കാരണം നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ. നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരിവ് കുറച്ച് ഉപയോഗിക്കുക. നല്ല ടേസ്റ്റാണ്. കഴിച്ച് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നന്ദി.